ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യാഭർത്താക്കൾ പരസ്പരം റഹ്മത്ത് നിലനിർത്തേണ്ടവരാണ്. സ്നേഹവും അനുരാഗവും കാമവും മാംസനിബദ്ധമായ നിലക്കുള്ള സ്നേഹങ്ങളുമൊക്കെ കല്യാണത്തിന്റെ തുടക്ക നാളുകളിലും വർഷങ്ങളിലുമൊക്കെ നിലനിൽക്കുകയുള്ളൂ. അതൊക്കെ വറ്റി വരണ്ടു പോയാലും സൗന്ദര്യം നശിച്ചു പോയാലും രോഗിയായി കഴിഞ്ഞാലും കിളവനും കിളവിയായി മാറിയാലും അവർക്കിടയിൽ നിലനിൽക്കേണ്ട ഒന്നുണ്ട്. അത് മവദ്ദത്ത് മാത്രമല്ല, വറഹ്മത്തൻ. പരിശുദ്ധ ഖുർആൻ വിവാഹം നിശ്ചയിച്ചത് അതിനാണ്. അതല്ലാതെ മനുഷ്യർ എന്ന് പറയും പോലെയുള്ള മാംസനിബദ്ധമായ മോഹങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി താൽക്കാലികമായ സുഖത്തിനുള്ളതല്ല. അള്ളാഹു വിവാഹത്തിന്റെ മൂല്യങ്ങൾ പഠിപ്പിച്ചെടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് അവളിൽ ആശ്വാസം കണ്ടെത്തുവാനും മവദ്ദത്തും അല്ലാഹു നിശ്ചയിച്ചു, വറഹ്മത്തൻ റഹ്മത്തും നിശ്ചയിച്ചു. മവദ്ദത്ത് പലപ്പോഴും സൗന്ദര്യവും അനുരാഗവും പ്രേമൊക്കെ ഉള്ള കാലത്ത് നിലനിൽക്കുന്നതാ. ഒക്കെ നശിച്ചാലും നിലനിൽക്കുന്നത് ഏതാണെന്നറിയോ? റഹ്മത്താണ്. അവിടെ മാംസത്തിന്റെ പളപളപ്പോ അല്ലെങ്കിൽ ആ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല. ആ നിലനിൽപ്പ് എന്തുകൊണ്ടാണെന്നറിയോ? കാരുണ്യം വറ്റി വരണ്ടിട്ടില്ലാത്ത ഹൃദയങ്ങളാണ് ഇരുവരുടേതും. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ.